സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മളെല്ലാം ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ തോതിൽ ഉത്കണ്ഠപ്പെടുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാം തകർത്തെറിയാനുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി രാജ്യത്തിന് എന്താണ് സംഭവിക്കുക എന്ന ഉത്കണ്ഠ പൊതുവെ മഹാഭൂരിഭാഗം ജനങ്ങൾക്കുമുണ്ട്. പ്രധാനമായും മതനിരപേക്ഷത. നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. മതനിരപേക്ഷത വേണ്ടെന്നും ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണമെന്നും ആഗ്രഹിക്കുന്നവർ അതിനനുസൃതമായ നടപടികളാണ് ഇവിടെ സ്വീകരിച്ചു പോകുന്നത്. അത് തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയുന്നു. വിവിധ തരത്തിലുള്ള ജനവിഭാഗങ്ങളെ ഇതിലൂടെ ആക്രമിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. എല്ലാം ഒരു അജണ്ടയുടെ ഭാഗമായാണ്. ആ അജണ്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSSൻ്റെ നയം ഒരിക്കലും അവർ മറച്ചു വച്ചിട്ടില്ല. നമ്മുടെ രാജ്യം പൊതുവെ മതനിരപേക്ഷതയെ അംഗീകരിക്കുമ്പോൾ മതനിരപേക്ഷത രാജ്യത്തിന് ആവശ്യമില്ലെന്ന് നിലപാടെടുത്തവരാണ് അവർ. അതിൻ്റെ ഭാഗമായി തുടർച്ചയായി പ്രചരണം അഴിച്ചുവിടാനും തയ്യാറായിരുന്നു. മതനിരപേക്ഷത എതിർത്തുവെന്ന് മാത്രമല്ല, മതനിരപേക്ഷത ഉറപ്പു നൽകുന്ന ഭരണഘടനയെ പുച്ഛിക്കുകയും അപഹസിക്കുകയും അത് രാജ്യത്തിന് ചേരുന്നതല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു. സംഘപരിവാറിൻ്റെ വിവിധ നേതാക്കൾ ഇത്തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളാകെ തകർക്കുന്ന നിലയുണ്ടായിരിക്കുന്നു. ജനാധിപത്യത്തിൽ നിയമസംഹിതക്കും നിയമവാഴ്ചയ്ക്കും വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്.
പക്ഷേ ഇവിടെ നിയമപരമായി കാര്യങ്ങൾ നടക്കേണ്ടതില്ല. തങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്ന നിർബന്ധമാണ് സംഘപരിവാറിനുള്ളത്. അതിൻ്റെ ഭാഗമായി ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും ചൊൽപ്പടിക്ക് നിർത്താൻ നടപടികൾ സ്വീകരിക്കുന്നു. ജുഡീഷ്യറിയെപ്പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടില്ല എന്ന ഭീഷണി മുഴങ്ങുന്നു. രാജ്യത്തെ സാധാരണഗതിയിലുള്ള നിയമപരമായ സംരക്ഷണം അതെല്ലാം ഇല്ലാതാക്കുന്ന നിലയെടുക്കുന്നു. ഇതോടൊപ്പം നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നാം കാണുന്നു. ഒരു ഭാഗത്ത് രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ്. നമ്മുടെ രാജ്യം 107-ാം സ്ഥാനത്താണ് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ദരിദ്രാവസ്ഥ കണക്കിലെടുത്ത്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ 14 രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ദരിദ്രാവസ്ഥയിലായത് രാജ്യം? എന്തുകൊണ്ടാണ് ജനങ്ങൾ, കോടാനുകോടി ജനങ്ങൾ പാപ്പരീകരിക്കപ്പെട്ടത്? രാജ്യത്തെ സമ്പന്നരെ അതിസമ്പന്നരാക്കാനുള്ള നടപടികളുടെ ഭാഗമായി സമ്പന്നരെ അതിസമ്പന്നരാക്കാനുള്ള നയമാണ് ഇവിടെ നടപ്പാക്കിയത്. ആ അതിസമ്പന്നരുടെ സമ്പത്തിൽ ഒരു ഭാഗം എങ്ങനെ കൈക്കലാക്കാമെന്നത് ഇവിടെ നടപ്പാക്കിയത് ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇലക്ടറൽ ബോണ്ടിൻ്റെ വിശേഷണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇലക്ടറൽ ബോണ്ട് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയായി മാറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇതുപോലെ പച്ചയായി അഴിമതി നടത്താൻ എങ്ങനെ ധൈര്യം വന്നു? അവർ ഒരു കാലത്തും ചോദ്യം ചെയ്യപ്പെടില്ല എന്ന ധാരണ. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ തന്നെ അത് അഴിമതിയാണെന്നും ആ അഴിമതിയുടെ ഭാഗമാകാൻ ഞങ്ങളില്ല എന്നും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, സുപ്രീം കോടതി മുൻപാകെ ഇതിൻ്റെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജിയും നൽകി. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നതിന് ശേഷവും വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നു. കോടാനുകോടി ആർക്കെല്ലാം ഒഴുകിയെത്തി എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇവിടെ അത് വലിയ തോതിൽ പ്രയാസമുണ്ടാക്കുമെന്ന് ഗവൺമെൻറ്റിനറിയാം, കേന്ദ്ര ഗവൺമെൻറ്റിനറിയാം, BJPക്കറിയാം, സംഘപരിവാറിനറിയാം. അപ്പോഴാണ് അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിട്ട് രാജ്യത്തിൻ്റെ ശ്രദ്ധയാകെ
മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടണം എന്ന ഉദ്ദേശത്തോടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടുണ്ടായത്. എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നതിൻ്റെ സൂചനയാണിത്. അദ്ദേഹം ഇപ്പോൾ തടങ്കലിൽ കഴിയുകയാണ്. ഞങ്ങളെന്തും ചെയ്യും, ഒന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടാണ് ഇവിടെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. ഇതാണ് നാം ഗൗരവമായി കാണേണ്ട ഇന്ത്യൻ സാഹചര്യം. ഇവിടെ ജനങ്ങളിലൊരു വിഭാഗത്തെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് നേരത്തെ മുതൽ RSS സ്വീകരിച്ചിട്ടുള്ളത്. അവർ നമ്മുടെ രാജ്യത്ത് അവരുടെ ശത്രുക്കളായി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി ചിലരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ വിശേഷണം അവർ ചാർത്തി നൽകിയത് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമാണ്. ഇത് ഏത് ആർഷഭാരത സംസ്കാരത്തിൽ നിന്ന് കിട്ടിയതാണ്? എല്ലാം ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നവരാണ് എന്ന് പറയുന്നവരാണല്ലോ RSSും സംഘപരിവാറും. ഈ രാജ്യത്തെ വേദേതിഹാസങ്ങളിൽ എവിടെയെങ്കിലും ഈ പറയുന്നവരെല്ലാം രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു തത്വസംഹിതയിൽ അങ്ങനൊരു ഭാഗം കാണിക്കാനാകുമോ? ഇത് എവിടുന്ന് കിട്ടി RSSന്? ആ പരിശോധന നടത്തിയാലാണ് അത് ഹിറ്റ്ലറുടെ ആശയമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കിയത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നടപടിയായിരുന്നു. അവിടെയുള്ള ന്യൂനപക്ഷമായിരുന്നു ജൂതന്മാർ. ആ ജൂതന്മാരെയും ബോൾഷെവിക്കുകളെയുമാണ് അവിടെ ആഭ്യന്തര ശത്രുക്കളായി ഹിറ്റ്ലർ രേഖപ്പെടുത്തിയത്. ആ ആഭ്യന്തര പ്രശ്നം ഹിറ്റ്ലർ കൈകാര്യം ചെയ്ത രീതിയുണ്ട്. ഈ ആശയമാണ് ഇവിടെ RSS സ്വീകരിച്ചത്. അതേ പദം അവിടെ ജൂതരെന്നതിന് പകരം മുസ്ലിമും ക്രിസ്ത്യാനിയും എന്ന് പറഞ്ഞു. കൂടെ ഹിറ്റ്ലർ പറഞ്ഞ ബോൾഷെവിക്കുകൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് തന്നെ പറഞ്ഞു. അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ബോൾഷെവിക്കുകൾ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഹിറ്റ്ലർ ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതേ ആശയം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു. ആ ആശയം സ്വീകരിച്ചിരിക്കുന്നു. ആ ആശയം ഹിറ്റ്ലർ നടപ്പാക്കിയ രീതിയുണ്ട്. അത് നാസിസത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു. അതാണ് അവിടെയുള്ള ജൂതരെ കൂട്ടക്കൊല ചെയ്ത സംഭവം. പൈശാചികമായ, ചരിത്രത്തിലെ അതിക്രൂരമായ, മനുഷ്യത്വമുള്ള, ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത, ലോകമാകെ തള്ളിപ്പറഞ്ഞ ആ കൊടും ക്രൂരത, അതിന് നേതൃത്വം കൊടുത്തത് ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസികളുമായിരുന്നു. എന്നാൽ നാം കാണേണ്ട ഒരു വസ്തുതയുണ്ട്. അതിനെ ലോകമാകെ തള്ളിപ്പറഞ്ഞെങ്കിൽ, തള്ളിപ്പറയാതെ അത് അനുകരണീയമായ
മാതൃകയാണ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അവർ മറ്റാരുമല്ല, ഇന്ത്യയിലെ RSS ആയിരുന്നു. RSS അതിൻ്റെ ഭാഗമായി പറഞ്ഞു വെച്ചത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നം പരിഹരിക്കേണ്ടത് എങ്ങനെയെന്നതിന് ജർമ്മനി മാതൃക കാണിച്ചിട്ടുണ്ട്. ആ അനുകരണീയമായ മാതൃക നമുക്കും തുടരാവുന്നതാണ്. അതാണ് RSSൻ്റെ ശരിയായ അജണ്ട. നാസികൾക്ക് ജൂതരെങ്ങനെയായിരുന്നോ അതേ രീതിയിൽ RSSന് ഇവിടെ മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യണം. അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു നിയമം വന്നത്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്നത് നാം കാണണം. ഇവിടെ ഒരു കാര്യം കൂടി നാം ഓർത്തു പോകണം. അത് RSSൻ്റെ ഈ ആശയം ഹിറ്റ്ലറുടേതാണെങ്കിൽ RSSൻ്റെ സംഘടനാരൂപം അത് നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ പഴയ പാരമ്പര്യത്തിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട ഒന്നല്ല. ഏത് രീതിയിലുള്ള സംഘടനാരൂപം വേണം എന്നതിനെക്കുറിച്ച് അവർ അതിവിപുലമായ അന്വേഷണം നടത്തി. അവസാനം അവരെത്തിച്ചേർന്നത് മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാ രീതി, അതാണ് RSSന് വേണ്ടത് എന്നാണ്. ആ സംഘടനാ രീതിയാണ് RSS സ്വീകരിച്ച് നടപ്പാക്കുന്നത്. അപ്പോൾ ആശയം ഹിറ്റ്ലറുടേത്, സംഘടനാരൂപം മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാരൂപം. ഇതാണ് ഇന്ത്യയിലെ RSS എന്ന് നാം കാണണം. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള നടപടികളുണ്ടായിട്ടുള്ളത്. ഇവിടെ ഇന്ന് വന്ന ഒരു വാർത്ത ഏറ്റവും സ്വാഗതാർഹമായൊരു കാര്യമാണ്. അത് ഏക സിവിൽ കോഡിനെക്കുറിച്ച് ക്രൈസ്തവ സഭയുടെ സത്യദീപത്തിൻ്റെ ഒരു പ്രതികരണം വരികയുണ്ടായി. അത് മുസ്ലിമിനെതിരെയുള്ളത് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങൾക്കുമെതിരെയുള്ള ഒന്നാണ്. നമ്മുടെ രാജ്യത്ത് വിവിധ രൂപത്തിലുള്ള ശൈലികൾ, സമ്പ്രദായങ്ങൾ, രീതികൾ തുറന്നു വരുന്നുണ്ട്. വിവാഹത്തിലും വിവാഹമോചനത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം പല രീതിയിലുള്ള വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രമാണ് നമ്മുടേത്. അത് മുഴുവൻ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഏക സിവിൽ കോഡിലൂടെ വരുന്നത് എന്ന് സത്യദീപം ശരിയായ രീതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ മാത്രമല്ല, എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒന്നായി RSS മാറുന്നു എന്നത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞു എന്നതാണ് ആ സത്യദീപത്തിൻ്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി പറഞ്ഞൊരു കാര്യം, നമ്മുടെ അയൽപക്കമായ പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇവിടുത്തെ കുടിയേറിയ ആളുകൾക്ക് പൗരത്വം നൽകുന്നതിനെക്കുറിച്ചാണ്. സാധാരണ അഭയാർത്ഥികളായി രാജ്യത്തെത്തിയ, ദീർഘകാലം അത്തരമൊരു രാജ്യത്ത് കഴിയുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന രീതി
വിവിധ രാജ്യങ്ങൾ സ്വീകരിക്കാറുണ്ട്. ആ പൗരത്വം എവിടെയും ഇന്നത്തെ ലോകത്ത് മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല. പക്ഷേ ഇവിടെ RSS നയം നടപ്പാക്കുന്നതിന് ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് വന്ന അഭയാർത്ഥികളിൽപ്പെട്ടവരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചാണ് പൗരത്വം നൽകുക എന്ന് പറഞ്ഞു. അങ്ങനെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അതിൽ ഹിന്ദുക്കളുണ്ട്, ജൈനരുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പാഴ്സികളുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ മുസ്ലിം ഇല്ല. തീർത്തും ഒഴിവാക്കി വെക്കേണ്ട വിഭാഗമായാണ് മുസ്ലിം അടക്കമുള്ളവരെ കേന്ദ്ര സർക്കാർ കണ്ടത്. 2019 മോദി സർക്കാർ ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി പാസാക്കുന്നത്. നാം കാണേണ്ടത് ഓരോ രാജ്യത്തിലും ആ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ അവിടെയുള്ള പ്രശ്നങ്ങളിലെ മേലെ രാജ്യം വിട്ട് അഭയാർത്ഥികളായി വരുന്ന അവസ്ഥ പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ അഹമ്മദീയ മുസ്ലിങ്ങളുണ്ട്, അവരവിടുത്തെ ന്യൂനപക്ഷമാണ്. അഫ്ഗാനിസ്ഥാനിൽ ഹസാര വിഭാഗക്കാരുണ്ട്, മ്യാൻമറിൽ റോഹിംഗ്യകളുണ്ട്, ശ്രീലങ്കയിൽ തമിഴ് വംശജരുണ്ട്. എന്നാൽ ഇത്തരം ആളുകൾക്കൊന്നും ഈ പറയുന്ന പൗരത്വം നൽകാൻ ഈ നിയമം അനുവദിക്കുന്നില്ല. അവരെയെല്ലാം ഇതിന് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല, റോഹിംഗ്യൻ അഭയാർത്ഥികൾ നമ്മുടെ രാജ്യത്തുള്ളവരെ ഈ രാജ്യം വിട്ടുപോകാൻ, നാടുകടത്താൻ സുപ്രീം കോടതിയെ കേന്ദ്ര ഗവൺമെൻറ് സമീപിച്ച വാർത്തകളും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുണ്ട് ഈ പറയുന്ന പലയിടങ്ങളിൽ നിന്നായി. ആ മുസ്ലിങ്ങളുടെ പൗരത്വം നിയമവിരുദ്ധമാക്കണം. അതാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ യഥാർത്ഥ ലക്ഷ്യമായി വന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ മൂല്യങ്ങളുടെയും ലംഘനമാണ്. തീർത്തും ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്. നാം കാണേണ്ട കാര്യം, ലോകത്ത് ഒരു രാജ്യവും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നില്ല. അതാണ് എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുന്ന നില എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് 1919 ഇത്തരമൊരു നിയമം ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണം ലോകരംഗത്തുണ്ടായത്. ഐക്യരാഷ്ട്രസഭ തന്നെ ശക്തമായി അതിനെതിരെ പ്രതികരിച്ചു. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ശക്തമായി പ്രതികരിച്ചു. ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അമേരിക്ക എന്നാണല്ലോ ഇന്ത്യ പറയാറ്. അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കിയല്ലേ ഇന്ത്യയെ മാറ്റിയിട്ടുള്ളത്. പക്ഷേ ആ അമേരിക്ക ശക്തമായി അപലപിച്ചു, ചൈന അപലപിച്ചു. നമ്മുടെ ലോകത്തെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇതിനെ അപലപിക്കുന്ന നിലയുണ്ടായി. ഒരുപാട് രാജ്യങ്ങൾ ഇത് ശരിയല്ല എന്ന് പറയുന്ന, തുറന്ന്
ഇന്ത്യയെ വിമർശിക്കുന്ന നിലയെടുത്തു. ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ നാണം കെട്ടു. ലോകത്ത് ഇത്തരമൊരു നടപടിയിലൂടെ ഇന്ത്യ തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല, ലോകത്തിലെ പല നഗരങ്ങളിൽ ഈ കാര്യങ്ങൾക്കെതിരെയുള്ള ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്ന് മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കാനുള്ള നീക്കത്തിനെതിരെ വൻപിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ബോസ്റ്റൺ പോലുള്ള നഗരങ്ങളിൽ, ചിക്കാഗോ, ഹേഗ്, അങ്ങനെ ലോകത്തിലെ പ്രസിദ്ധമായ വിവിധ നഗരങ്ങളിൽ വൻപിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ ഈ കാര്യത്തിൽ നടക്കുകയുണ്ടായി. നാം എത്രമാത്രം അപമാനിക്കപ്പെട്ടു എന്നാണ് കാണേണ്ടത്. പക്ഷേ ഒരു കുലുക്കവും കേന്ദ്ര ഗവൺമെൻറ്റിനില്ല. കാരണം ഇത് RSSൻ്റെ നയമാണ്. ആ നയം നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഞങ്ങളെന്ന നിലക്കാണ് തുടരുന്നത്. ഈ പൗരത്വ നിയമം 1955 നമ്മുടെ രാജ്യം പാസ്സാക്കുന്നത്. അതിനുശേഷം നിരവധി തവണ ഭേദഗതികളുണ്ടായിട്ടുണ്ട്. ആസാം അക്കോർഡിനെ തുടർന്ന് 1986 ആദ്യത്തെ ഭേദഗതി പൗരത്വ നിയമത്തിനുണ്ടായി. പിന്നീട് 1992, 2003, 2015 ഈ ഘട്ടത്തിലെല്ലാം ഭേദഗതികളുണ്ടായി. ഒന്നും മതാടിസ്ഥാനത്തിലായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2003 RSSൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള ആദ്യത്തെ നടപടിക്ക് തുടക്കം കുറിച്ചു. അത് പൊതിഞ്ഞായിരുന്നു. അന്ന് വാജ്പേയി സർക്കാർ ഒരു ഭേദഗതി ഈ നിയമത്തിൽ കൊണ്ടുവന്നു. അതിൽ പറഞ്ഞു വെച്ചു, അനധികൃത കുടിയേറ്റക്കാർ. ഈ ഒരു പദം പൗരത്വ നിയമത്തിൽ വരുന്നത് അപ്പോഴാണ്. അനധികൃത കുടിയേറ്റക്കാർ എന്ന ഒരു പദം കൊണ്ടുവന്നത് അന്ന് വേറൊന്നും പറഞ്ഞില്ല, പക്ഷേ RSS അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഈ അനധികൃത കുടിയേറ്റക്കാർ മതാടിസ്ഥാനത്തിലാണ് എന്ന് നിർവചിച്ചില്ല. അത് ചെയ്തത് ഇപ്പോഴാണ്. എന്നാൽ ദേശീയാടിസ്ഥാനത്തിൽ പൗരത്വ രജിസ്റ്റർ, ദേശീയ പൗരത്വ രജിസ്റ്റർ NRC, അത് നിർമ്മിക്കുമെന്ന നിർദ്ദേശം ഈ ഭേദഗതിയുടെ ഭാഗമായി വാജ്പേയിയുടെ കാലത്ത് വന്നു. കൃത്യമായ RSS അജണ്ടയുടെ ഭാഗമായിരുന്നു അത്. 2019 ഭേദഗതിയാണ് മതത്തെ, പൗരത്വത്തെ നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മാറ്റുന്നത്. അതിനോട് ഏത് തരത്തിലാണ് ലോകം പ്രതികരിച്ചതെന്ന് നാം കണ്ടു. ആ സമയത്ത് നമ്മുടെ രാജ്യവുമായി നല്ല സുഹൃത്ബന്ധമുള്ള ജപ്പാൻ, ആ ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഒരു ഇന്ത്യ സന്ദർശനം തീരുമാനിച്ചിരുന്നു. ആ ഇന്ത്യ സന്ദർശനത്തിന് അദ്ദേഹം വരേണ്ട സമയമാണ്. അപ്പോൾ ഈ നിയമ ഭേദഗതി വന്നപ്പോൾ, പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ, മതാടിസ്ഥാനത്തിൽ പൗരത്വത്തെ നിർവചിക്കാനുള്ള നിയമം വന്നപ്പോൾ ആ ജപ്പാൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തിലേക്ക് ഈ കാരണത്താൽ ഞാൻ വരുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് ആ സന്ദർശനം റദ്ദ് ചെയ്തു. ഇത് ജപ്പാൻ പ്രധാനമന്ത്രി മാത്രമല്ല, ബംഗ്ലാദേശിലെ വിദേശകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആ ഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. അവർ അത് അവസാനിപ്പിച്ച് തിരികെ പോയി. പരിപാടി കഴിഞ്ഞല്ല. ഇത്തരമൊരു നിയമ ഭേദഗതിയോടുള്ള പ്രതിഷേധം, ഇതാണ് ലോകം ഈ ഭേദഗതിയോട് പ്രതികരിച്ച രീതി എന്നത് നാം കാണണം.
സംഘപരിവാറിന് ഒരജണ്ട മാത്രമേ ഉള്ളൂ. അവർ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രവുമായി നടക്കുന്നതാണ്. അതാണ് അവരുടെ അജണ്ട. ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ജനങ്ങളിൽ ഒരു വിഭാഗത്തെ ശത്രുക്കളായി കാണുക, ഈ നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. ഇവിടെ ഇത്തരമൊരു നിയമഭേദഗതി വന്നപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ്, മതേതരത്വത്തിൻ്റെ ലംഘനമാണ് എന്ന് മാത്രമല്ല, നാം കാണേണ്ടത് ചില കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യം ചില നടപടികൾ സ്വീകരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടന്ന് രാജ്യത്തിൻ്റെ അത്യുന്നത നീതിപീഠം സുപ്രീം കോടതി ഈ കാര്യങ്ങളിൽ അന്തിമ നിലപാട് പറഞ്ഞതാണ്. അത് മൗലികാവകാശം ഹനിക്കുന്ന രീതിയിൽ സർക്കാരിന് ഒരു നിയമവും കൊണ്ടുവരാനാകില്ല എന്നാണ്. നിയമം കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ടല്ലോ, പാസ്സാക്കാൻ പാർലമെൻറ്റിനും നിയമസഭയ്ക്കും ഒക്കെ അധികാരമുണ്ടല്ലോ. പക്ഷേ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശം ഹനിക്കുന്ന ഒരു നിയമവും കൊണ്ടുവരാൻ അധികാരമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തത വരുത്തിയതാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിയമത്തിന് മുന്നിൽ തുല്യതയാണ്, നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷയാണ്. ആർക്ക്? പൗരർക്കല്ല, അല്ലെങ്കിൽ പൗരർക്ക് മാത്രമല്ല. അതിൽ പൗരർ എന്നല്ല പറഞ്ഞത്, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷയും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുകയാണ്. വ്യക്തികളെന്ന് പറയുമ്പോൾ പൗരരുമാകാം, പൗരത്വമില്ലാത്ത ആളുമാകാം. ഇവിടെ താമസിക്കുന്നുവെങ്കിൽ അവർക്ക് നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമുണ്ട്. ആ ഉറപ്പാണ് ഭരണഘടന നൽകുന്നത്. ഒരു വ്യക്തിക്കും പ്രത്യേകമായ ആനുകൂല്യം നൽകാൻ നമ്മൾ അംഗീകരിച്ച ഭരണഘടന അനുവദിക്കുന്നില്ല. മാത്രമല്ല, മതപരമായ വിവേചനം ഭരണഘടന അംഗീകരിക്കുന്നേയില്ല. ഇവിടെ കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അമുസ്ലിങ്ങളെന്നും വിഭജിക്കുകയാണ്. ആ മതപരമായ വിവേചനം RSSും സംഘപരിവാറും എപ്പോഴും കൊണ്ടു നടക്കുന്നു. അവർ കൊണ്ടു നടക്കുന്ന മതപരമായ വിവേചനത്തെ നിയമപരമാക്കാനാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇവിടെ നാം കാണേണ്ടത്, നമ്മുടെ രാജ്യത്ത് ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ആദ്യ ചുവടുവെപ്പാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ. ഈ ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കും, അത് സെൻസസിൻ്റെ ഭാഗമാണ് എന്നായിരുന്നു. ശുദ്ധ അസംബന്ധമാണ് ആ പറഞ്ഞത്. സെൻസസ് വേറെ, ഈ പറഞ്ഞ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ വേറെ. അത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അന്ന് തന്നെ അതിനെതിരെയുള്ള പ്രതികരണങ്ങളും വന്നു. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ ആദ്യം പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരും, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക്
ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതിനുശേഷം NRC ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കും. അതിനെല്ലാം പുറമെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാട് കടത്തും. ഇത് ഒന്നിലധികം തവണ പാർലമെൻറ്റിൽ ഭീഷണിയുടെ സ്വരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവർത്തിക്കുകയുണ്ടായി. ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും, ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം. ഇത് ആരെ ഉദ്ദേശിച്ചാണ്, ആർക്ക് നേരെയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും വ്യക്തതയുള്ളൊരു കാര്യമാണ്. ഈ നിയമം വന്നപ്പോൾ ഇവിടെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതികരണമാണ് ആദ്യം വന്നത്. ഒരു കാലതാമസവും അതിനുണ്ടായില്ല. കാരണം ഈ നിയമ ഭേദഗതി ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്ന ഒന്നായിരുന്നു. പൗരത്വ നിയമ ഭേദഗതി മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ സംശയമില്ലാതെ കേരളം പ്രഖ്യാപിച്ചു, പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, ഇതൊന്നും ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അന്ന് ആദ്യമായാണ് അത്തരമൊരു വേറിട്ട ശബ്ദം നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നത്. നമുക്ക് മാത്രമേ അത് കഴിയൂ. എന്തുകൊണ്ട്? നാം ശീലിച്ച ശീലങ്ങളുണ്ട്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു നാട്, അതാണ് ഈ കേരളം. ആ കേരളത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഒന്നിച്ചു തന്നെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. ഈ കാര്യത്തിൽ അന്ന് സർക്കാർ ചെയ്തത് എല്ലാവരെയും ഒന്നിച്ചു നിർത്താനുള്ള ശ്രമമാണ്. നമ്മുടെ നാട് ഒരുമയ്ക്ക്, ഐക്യത്തിന് പേരുകേട്ട നാടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമയോടെ, ഐക്യത്തോടെ ഈ മനുഷ്യത്വ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ നീക്കത്തെ എതിർക്കണം എന്ന് സർക്കാർ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി ഒരു വലിയ പ്രതിഷേധ കൂട്ടായ്മ നമ്മുടെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ പ്രതിപക്ഷവും അണിനിരന്നു. കേരളത്തിൻ്റെ ആകെ പ്രതിഷേധമായി അത് മാറുകയുണ്ടായി. എല്ലാവരും അതിൻ്റെ ഭാഗമായി അണിനിരന്നു. അതിൽ ഉറക്കെ നാം പ്രഖ്യാപിച്ചു, RSS അജണ്ട ഇവിടെ നടപ്പാക്കില്ല, നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് നാം ഉറക്കെ പ്രഖ്യാപിച്ചു. മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായി സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിലും ഇതേ നില തന്നെ പൊതുവെ എല്ലാവരും സ്വീകരിച്ചു. അവിടെയും നാം അവസാനിപ്പിച്ചില്ല. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു. ആ നിയമസഭാ സമ്മേളനത്തിൽ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഏകണ്ഠമായി നമ്മുടെ നിയമസഭ അംഗീകരിച്ചു. രാജ്യത്ത് അത്തരമൊരു പ്രമേയം ആദ്യം അംഗീകരിച്ച നിയമസഭ നമ്മുടേതായിരുന്നു. അവിടെയും നാം നിർത്തിയില്ല. ഈ രാജ്യത്തിലെ എല്ലാ BJP ഇതര മുഖ്യമന്ത്രിമാർക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കത്തെഴുതി ഈ കാര്യത്തിൽ നാം ഒന്നിച്ചു നിൽക്കണം. ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ ഒരു നിയമം, അതിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ പ്രദേശത്തും ഇതിനെതിരെയുള്ള സംഘടിതമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരണം. ആ കാര്യങ്ങൾ എല്ലാ BJP ഇതര മുഖ്യമന്ത്രിമാർക്കും കേരളത്തിനു വേണ്ടി എഴുതുകയുണ്ടായി. മാത്രമല്ല, ഇത് നിയമപരമായി ചോദ്യം ചെയ്യാൻ തയ്യാറായി. അതിൻ്റെ ഭാഗമായാണ്
സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി മുൻപാകെ സ്യൂട്ട് ഫയൽ ചെയ്തത്. ഇത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് സൂട്ട് ഫയൽ ചെയ്തത്. ആ സൂട്ട് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ചട്ടം നടപ്പാക്കാൻ തയ്യാറായത്. ചട്ടം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ അതിനെതിരെ സംസ്ഥാന സർക്കാർ ഉടനെ തന്നെ ആദ്യം കൊടുത്ത സൂട്ടിൻ്റെ തുടർച്ചയായി ഇതിൻ്റെ ഭാഗമായി നിയമ നടപടികൾ സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട് തുടർച്ചയായി നിലപാടുകൾ കൃത്യതയോടെ വ്യക്തതയോടെ സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് നിങ്ങളിൽ പലരും ഭാഗഭാക്കായ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നീണ്ടുനിന്ന ആ ഘട്ടത്തിലെ ആ ലോകം മുഴുവൻ ശ്രദ്ധിച്ച മനുഷ്യച്ചങ്ങല LDFിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. എല്ലാവരും അതിൽ വന്ന് അണിനിരന്നു. കേരളത്തിൻ്റെ ഒരു പൊതുവായ പ്രതികരണം പ്രകടിപ്പിക്കുന്ന രേഖപ്പെടുത്തുന്ന ഒന്നായി അത് മാറി. ഈ രീതിയിൽ നാം ഒന്നിനു പുറകെ ഒന്നായി നടപടികൾ സ്വീകരിച്ചത് എന്തിനായിരുന്നു? ഈ നിയമ ഭേദഗതി കേവലമായ ഒരു നിയമ ഭേദഗതിയല്ല. ഇതിൻ്റെ ഭാഗമായി ആശങ്കയിൽ കഴിയുന്ന, ഭീതിയിൽ കഴിയുന്ന, ഇവിടെ ഇന്നലെ ജീവിച്ചതുപോലെ ഇനി അങ്ങോട്ട് ജീവിക്കാനാകുമോ എന്ന് ഭയപ്പെടുന്ന അനേക ലക്ഷമല്ല കോടാനുകോടി ജനങ്ങളുണ്ട്. ആ ജനകോടികളോട് നമുക്കൊരു സന്ദേശം നൽകാനുണ്ടായിരുന്നു. അത് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട്, ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ്. അവർക്ക് ആ ഭീതിയും ആശങ്കയും ഉത്കണ്ഠയും മാറ്റി ധൈര്യം പകരുക, ഇതായിരുന്നു ഈ നടപടികളിലൂടെ നാം ഉദ്ദേശിച്ചത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓർത്തു പോകുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ പറയേണ്ടി ഒന്നല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഓർക്കണമെങ്കിൽ പറയണമല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഞാൻ എടുത്തു പറയുകയാണ്. അത് ഈ നിയമത്തിനെതിരെ സ്വീകരിച്ച സമീപനം. കേരളം ആകെ ഒന്നിച്ചാണ് ആദ്യം നിന്നത്. പക്ഷേ പിന്നീട് ഇടതുപക്ഷവും കോൺഗ്രസും വ്യത്യസ്ത നിലപാടുകളിലായി. എന്തുകൊണ്ടാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. പക്ഷേ നാം അനുഭവത്തിൽ കണ്ടൊരു കാര്യമാണ്. ഇവിടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആത്മാർത്ഥമായ നിലപാട് കോൺഗ്രസ് പൊതുവിൽ സ്വീകരിച്ചില്ല. കേരളത്തിലെ ആദ്യഘട്ടത്തിൽ യോജിച്ചാണല്ലോ നിന്നത്. ആ യോജിച്ചു നിന്നവർ പക്ഷേ പിന്നീട് കണ്ടത് നിയമസഭ പാസാക്കിയ പ്രമേയത്തെ പരിഹസിക്കുന്നതാണ്. അന്നത്തെ KPCCയുടെ പ്രസിഡന്റിൻ്റെ പരസ്യമായ പരിഹാസം വന്നു. പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കുകയാണ്. പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ല. ജനങ്ങളുടെ ഇടപെടൽ, ജനങ്ങളുടെ കരുത്ത്, ഇത്തരത്തിലുള്ള കിരാതമായ നിയമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് എതിർപ്പുകൾ, പ്രതിഷേധങ്ങൾ, അതിൻ്റെ രൂപങ്ങൾ, അതെല്ലാം മറന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന വന്നത്. നിയമസഭ പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ല എന്ന്. ഇവിടെ അതിൻ്റെ തുടർച്ചയായി പ്രഖ്യാപനം വന്നു, ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല.
എന്താണ് പ്രശ്നം? ഇതുപോലൊരു കാര്യത്തിൽ നമുക്ക് യോജിച്ച് നിൽക്കാനാകില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലാണ് യോജിച്ച് നിൽക്കാനാവുക? യോജിച്ച് നിൽക്കുന്നില്ല എന്ന് പറയുന്നത് ആർക്കാണ് സഹായകരമായി വരിക? ഈ നിയമം കൊണ്ടുവന്ന RSSനും സംഘപരിവാറിനുമല്ലേ അതിൻ്റെ ഭാഗമായുള്ള ഉത്തേജനം ലഭിക്കുക? അതിനെ ഒന്നിച്ചെതിർക്കുന്നത്, ഇല്ലാതാകുന്ന അവസ്ഥ, അത് അവർക്ക് സന്തോഷകരമായ കാര്യമാണല്ലോ. പിന്നെ എന്ത് സംഭവിച്ചു? ആ യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ പലരും തയ്യാറായി. ഈ വിലക്കുണ്ടായിട്ടും പങ്കെടുത്തു. അങ്ങനെ വിലക്കിയതിന് ശേഷം പങ്കെടുത്തവർക്ക് നേരെ സംഘടനാ നടപടി അന്നത്തെ കോൺഗ്രസ് സ്വീകരിച്ചു. അതും നാം കണ്ടതാണ്. ഇവിടെ നാം ഓർക്കേണ്ട കാര്യം, ഈ പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയത് ഡിസംബർ 2-ാം വാരത്തിലാണ്. രാജ്യമാകെ പ്രതിഷേധം വന്നു. ഡിസംബർ 10 രാജ്യം തെരുവിലിറങ്ങുന്ന അവസ്ഥയുണ്ടായി ഇതിനെതിരെ. ആ ഘട്ടത്തിൽ രാജ്യമാകെ തെരുവിലിറങ്ങിയെങ്കിലും കോൺഗ്രസ് എംപിമാർ, നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ കോൺഗ്രസിൻ്റെ എംപിമാരാണല്ലോ വളരെ കൂടുതലുണ്ടായിരുന്നത് 2019 തെരഞ്ഞെടുപ്പിൽ. അവർ എവിടെയായിരുന്നു? അപ്പോൾ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ടായിരുന്നു. ഈ തെരുവിൽ അവരെ കണ്ടില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ആ സമയത്ത് വിദേശത്താണ്, ഇന്ത്യയിലുണ്ടായില്ല. ഇവിടെ ഡൽഹിയിൽ വലിയ പ്രക്ഷോഭം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉയർന്നു വന്നു. ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, ഇങ്ങനെ ഒരു വലിയ നിര ഇടതുപക്ഷ നേതാക്കളും മറ്റുള്ളവരും എല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞോ? ലോക്സഭയിൽ അന്ന് ഏക ഇടതുപക്ഷ MP ഉള്ളൂ, ഒരാൾ മാത്രമേ ഉള്ളൂ ആ ഘട്ടത്തിൽ. അത് ലോക്സഭയിലെ അംഗമായ ആലപ്പുഴയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം ആരിഫായിരുന്നു. ഒറ്റക്കാണെങ്കിലും ആരിഫിന്റെ ശബ്ദം ഉയർന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നോ കോൺഗ്രസ് എംപിമാരുടെ ശബ്ദം? കേരളത്തിൽ നിന്നുള്ളവര്, മറ്റുള്ളവര് സാങ്കേതികമായി ഇതിനനുകൂലമാണെന്ന് പറഞ്ഞില്ല എന്ന് പറയുക, പക്ഷേ ഒരു മൂലയിൽ പോയി ഒളിക്കുകയായിരുന്നു. ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറുണ്ടായിരുന്നില്ല. രാജ്യസഭയിൽ കടുത്ത പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു. എളമരം കരീമും ബിനോയ് വിശ്വവും KK രാഗേഷുമെല്ലാം ആ ഘട്ടത്തിൽ പാർലമെന്റിലെ രാജ്യസഭയിൽ അംഗങ്ങളായുള്ളവരാണ്. അവരെല്ലാം അതിശക്തമായി ഇതിനെ എതിർക്കുകയുണ്ടായി. ഈ നിയമത്തിന് ഭേദഗതി നിർദ്ദേശിച്ചു. മാത്രമല്ല ബിൽ വോട്ടിനിടാൻ ആവശ്യപ്പെട്ടു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് ആരെങ്കിലും കണ്ടോ? ഇപ്പോൾ ഡൽഹിയിലെ വലിയ പ്രക്ഷോഭം 2020 ജനുവരിയിലാണ് ഉണ്ടാകുന്നത്. പ്രക്ഷോഭം കനത്തു. കോൺഗ്രസ് എംപിമാരെ കാണാനില്ല. എങ്ങനെയാണ് ആ പ്രക്ഷോഭത്തെ സംഘപരിവാർ നേരിട്ടത്? ആ പ്രക്ഷോഭം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയാണ് എന്നുള്ളത് കൊണ്ട് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെ വലിയ തോതിലുള്ള നടപടികളുമായി സംഘപരിവാർ രംഗത്ത് വന്നു. ആ ഘട്ടത്തിലാണ് വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപമുണ്ടായത്. ആ കലാപത്തിൽ
53 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. ആ കലാപത്തിൽ നിരവധി പേരെ കാണാതായി. 100 കണക്കിന് ആളുകൾക്ക് പരിക്കുപറ്റി. അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. മുസ്ലിം വീടുകൾ, കടകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എല്ലാം ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. സംഘപരിവാർ ബോധപൂർവം നടത്തിയ ആക്രമണം, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടന്നാൽ എന്താണ് തങ്ങളുടെ ഭാഗത്തുണ്ടാവുക എന്നതാണ് അവിടെ കാണിച്ചത്. ആ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അക്രമികൾക്ക് മൗനത്തിലൂടെ അനുമതിയും അനുവാദവും കേന്ദ്ര സർക്കാർ നൽകി. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മൗനാനുഭവത്തോടെയാണ് ആ നടപടികൾ അവിടെ ഉണ്ടായത്. ഇതിനെതിരെ ഇടപെടാൻ ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ എംപിമാരും മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു കോൺഗ്രസ് നേതാവിനെയും ആ വഴിക്കാരും കണ്ടില്ല. കലാപത്തിനിരയായവർക്ക് സുരക്ഷയൊരുക്കണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷത്തുള്ള പാർലമെന്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടു. ഇവിടെ ആ ഘട്ടത്തിൽ ജാമിയ മിലിയ സർവകലാശാല പൗരത്വ നിയമഭേദഗതിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളുടെ നേരെ വിദ്യാർത്ഥി വേട്ടയാണ് ഡൽഹി പോലീസ് അഴിച്ചുവിട്ടത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷഹീൻ ബാഗിൽ സമരം നടന്നു. ആ സമരത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ നോക്കി നിൽക്കുക. ഈ അക്രമികൾക്ക് അനുകൂലമായ നിലപാട്. അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളാണ്. കോൺഗ്രസ് കുറ്റകരമായ മൗനം ആ ഘട്ടത്തിൽ പാലിച്ചു. ഇവിടെയാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഏറ്റവും പ്രകോപനപരമായ പ്രസംഗമുണ്ടായത്. അനുരാഗ് താക്കൂർ എന്ന കേന്ദ്രമന്ത്രി ഇവരെ വെടിവെച്ചു കൊല്ലൂ എന്ന ആഹ്വാനം, കലാപത്തിനുള്ള പരസ്യമായ ആഹ്വാനം. ആ കേന്ദ്രമന്ത്രിക്കെതിരെ കേസുമായി പോയത് ബൃന്ദാ കാരാട്ടും ഡൽഹിയിലെ CPIM സെക്രട്ടറിയുമായിരുന്നു. ഇതെല്ലാം ഈ സംഭവങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന കാര്യമാണ്. ഇവിടെ ഡൽഹി കലാപം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടെന്താ? സാധാരണഗതിയിൽ കലാപത്തിനിരയായവർക്ക് സുരക്ഷയൊരുക്കാനല്ലേ സർക്കാർ നടപടിയെടുക്കേണ്ടത്. ഇവിടെ ഇരകൾക്കെതിരെ നടപടി, അക്രമികൾക്ക് രക്ഷ. ഇതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം. അതാണ് പോലീസ് നടപടിയായിട്ട് വന്നത്. നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയവരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്ന നിലപാട് പോലീസ് സ്വീകരിച്ചു. അന്ന് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാമിന്റെ പേര് ആ കുറ്റപത്രത്തിൽ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് ഈ കുറ്റപത്രത്തിലുണ്ടായോ? ഇപ്പോ ചട്ടവുമായി കേന്ദ്ര ഗവൺമെന്റ് വന്നു. ചട്ടവുമായി കേന്ദ്ര ഗവൺമെന്റ് വന്നപ്പോൾ കോൺഗ്രസിന് വ്യക്തമായ നിലപാട് ഇക്കാര്യത്തിലുണ്ടോ? കോൺഗ്രസ് നിലപാട് ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല. കോൺഗ്രസിന്റെ അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയോ? അധ്യക്ഷനും നിലപാട് വ്യക്തമാക്കാൻ തയ്യാറില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം ശ്രദ്ധിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര നടന്നു. എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചോ? ഈ പ്രശ്നം കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ സമാപനം നടന്നത്. അവിടെ എന്തെങ്കിലും പരാമർശം ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചും അത് നടപ്പാക്കാനുള്ള ചട്ടത്തെക്കുറിച്ചും ഉണ്ടായോ? തീർത്തും മൗനം. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ, അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രതികരണം?
ആ ചട്ടം വന്ന ഉടനെയല്ല കേട്ടോ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ ആലോചിച്ച് പറയാം. കൂടെ നിൽക്കുന്നു സംഘടനാ ജനറൽ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ചിരിക്കുന്നു, രണ്ടുപേരും ചിരിക്കുന്നു. നിങ്ങൾക്ക് ചിരിക്കാം. ഈ രാജ്യത്തെ ജനകോടികളുടെ മനസ്സിൽ തീയാണ്. എന്താണ് നാളെ സംഭവിക്കുക? ഞങ്ങൾക്ക് ഇന്നലെ വരെ ഞങ്ങളുടെ കുടുംബം ഇതേവരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും ഉത്കണ്ഠയും പങ്കിടുന്ന ജനകോടികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അവരെ ഓർക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? അവരെ ഓർത്തെങ്കിൽ ചിരിക്കുമായിരുന്നോ? ഇവിടെ ആരെ സഹായിക്കാനാണ് ഈ നിലപാട്? അതാണ് നാം ആലോചിക്കേണ്ടത്. എന്താണ് വ്യത്യാസം? ഈ നിയമം കൊണ്ടുവന്നവരും ഈ മൗനം പാലിച്ചവരും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എന്തുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കാനായില്ല? അതേസമയം LDF-ഉം കേരളത്തിലെ LDF സർക്കാരും ആദ്യം മുതൽ എല്ലാ ഘട്ടങ്ങളിലും ശക്തമായി രംഗത്തുണ്ട്, ഇതിനെ എതിർത്തുകൊണ്ട് തന്നെ. കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. മൗലികാവകാശങ്ങളെ ഹനിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ഒരു സർക്കാരിനും അധികാരമില്ല. അത് വ്യക്തത വരുത്തിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. ഇപ്പോഴും ആ പ്രഖ്യാപനത്തിൽ തന്നെ കേരളം ഉറച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ RSS ഹിന്ദു രാഷ്ട്രവാദ സമീപനം നേരത്തെ മുതൽ സ്വീകരിച്ചതാണ്. ഒരു പ്രശ്നം നമ്മൾ ഓർക്കണം. ഇത് 2024, അടുത്ത വർഷം 2025 RSS രൂപീകരണത്തിൻ്റെ 100ാം വാർഷികം. അപ്പോൾ സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യം അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. RSSൻ്റെ നേതാക്കൾ ഭരണഘടനയെ നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുഖപത്രം ഓർഗനൈസർ ഭരണഘടനയെ അംഗീകരിച്ചപ്പോൾ നമ്മുടെ ഭരണഘടനയല്ല മനുസ്മൃതിയാണ് പ്രധാനം എന്ന് പറഞ്ഞിരുന്നു. സവർക്കർ പരസ്യമായി പറഞ്ഞു മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം. ദീനദയാൽ ഉപാധ്യായ ഇത് പാശ്ചാത്യരെ അനുകരിച്ചുള്ള ഭരണഘടനയാണ്. ഈ ഭരണഘടന വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച ഇന്ത്യൻ ധാരണകളിൽ നിന്ന് തീർത്തും വേർപിരിഞ്ഞതാണ് എന്നും പറയുകയുണ്ടായി. അപ്പോൾ സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യമുണ്ട്. ആ വർഗീയ ലക്ഷ്യത്തിലേക്കുള്ള പാലമാണ് പൗരത്വ നിയമ ഭേദഗതി. ഇവിടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ പൗരാവകാശങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയാനുള്ള ടൂളുകളാണ് പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും. സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം ഇടതുപക്ഷമാണ് എന്നാണ് നാം കാണേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും സമീപനവും ഇതിനെതിരെ പോരാടുന്ന ജനങ്ങൾക്കാകെ വിശ്വാസവും കരുത്തും പകരുന്ന ഒന്നാണ്. ഒരു കാര്യം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോരാട്ടം നാം തുടരുക തന്നെ ചെയ്യും. ആ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ കേരളത്തിലെ LDF സർക്കാരുണ്ടാകും. ഒരു കാരണവശാലും ഈ ഭരണഘടനാ വിരുദ്ധമായ നീക്കത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല, അവസാനിപ്പിക്കുന്നു. നമുക്ക്
ഒരുമിച്ച് ഇതിനെതിരെ പോരാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.